ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ മുത്തോണികളെ, നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡിൽ പഠിക്കാനുള്ള ഒരു മനോഹരമായ കവിതയാണ് പി ഭാസ്കരൻ്റെ തോട്ടക്കാരി എന്ന് പറയുന്ന കവിത. എന്താണ് മക്കളെ? തോട്ടക്കാരി. പി ഭാസ്കരൻ്റെ തോട്ടക്കാരി എന്ന് പറയുന്ന കവിത നമുക്ക് ഈ ക്ലാസ്സിലൂടെ സെറ്റായി അങ്ങ് പഠിച്ചാലോ. തോട്ടക്കാരി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ അർത്ഥം? തോട്ടം നന്നാക്കുന്ന, തോട്ടം സംരക്ഷിക്കുന്ന ഒരാണിനെ, പുരുഷനെ തോട്ടക്കാരൻ എന്ന് പറയും. അപ്പോൾ തോട്ടം പരിപാലിക്കുന്ന, പച്ചക്കറി തോട്ടോ പൂന്തോട്ടം എന്തോ ആയിക്കോട്ടെ, അത് പരിചരിക്കുന്ന, അത് സംരക്ഷിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ തോട്ടക്കാരി എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കവിതയിൽ ഒരു മനോഹരിയായ ഒരു തോട്ടക്കാരിയുണ്ട്. തൻ്റെ പൂന്തോട്ടം മനോഹരമായി സംരക്ഷിക്കുന്ന ഒരു തോട്ടക്കാരിയായ ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭാര്യയായ തോട്ടക്കാരി. ആ പൂന്തോട്ടെല്ലാം വാടിക്കിടക്കുന്ന കാഴ്ച കണ്ട് സങ്കടപ്പെടുന്ന ഒരു തോട്ടക്കാരിയുടെ മനോവിഷമത്തെ മനോഹരമായ കാവ്യാത്മകമായ വരികളിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും സിനിമാ ഗാന രചയിതാവും കവിയുമായ പി ഭാസ്കരൻ. അപ്പോൾ മനോഹരമായൊരു കവിതയാണ് തോട്ടക്കാരി. നമ്മൾ ഈ ക്ലാസ്സിൽ സെറ്റാക്കാൻ പോവുകയാണ്. തോട്ടക്കാരി എന്ന് പറയുന്ന നിങ്ങളുടെ പാഠപുസ്തകത്തിലെ അവസാനത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററായ തോട്ടക്കാരി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ സെറ്റല്ലേ? അപ്പോൾ നമുക്കൊരു ക്ലാസ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കവിത ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് സെറ്റാക്കാൻ പോവുകയാണ്. ഇതുവരെ ഈ കവിത വായിക്കാത്ത കുട്ടികളും ഈ കവിത വായിച്ചിട്ട് മനസ്സിലാകാത്ത കുട്ടികൾ ഇങ്ങോട്ട് പോകുന്നോളി, നമുക്ക് ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കാം. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട മാതൃകാ ചോദ്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കി അങ്ങ് പഠിക്കാം. റെഡി അല്ലടാ? അപ്പം പഠിക്കാൻ പോകുന്നത് പി ഭാസ്കരൻ്റെ തോട്ടക്കാരി എന്ന് പറയുന്ന കവിത. ജീവിതച്ചൂടിലും വാടാത്തവർ എന്ന തലക്കെട്ടിലൂടെയാണ് കവിത ആരംഭിക്കുന്നത്, ക്യാപ്ഷനിലൂടെയാണ്. ജീവിതച്ചൂടിലും വാടാത്തവർ എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പാട് സഹിച്ചാലും, എത്ര ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയാലും, എത്ര അവഗണിക്കപ്പെട്ടാലും, എത്ര പരാജയപ്പെട്ടാലും ജീവിതത്തെ പേടിച്ച് പിന്നോട്ട് പോകാത്തവർക്ക് വേണ്ടിയുള്ള യൂണിറ്റാണ് ഈ പാഠഭാഗം ഉൾക്കൊള്ളുന്ന ഈ യൂണിറ്റ്. അതുകൊണ്ട് തന്നെ തോട്ടക്കാരി എന്ന് പറയുന്ന കവിത പഠിക്കുമ്പോൾ ജീവിതച്ചൂടിലും വാടാത്തവർ, ജീവിതത്തെ പ്രസാദാത്മകമായി പ്രതീക്ഷയോടെ കാണുന്നവരെ കുറിച്ചുള്ള ഈ യൂണിറ്റിലെ നമ്മൾ ഈ കവിത പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതവും വാടിത്തളർന്നു പോയേക്കാം. പക്ഷേ നമ്മുടെ അധ്വാനത്തിലൂടെ ആ വാടിത്തളർന്നു പോയവ നനച്ച് നല്ല 100 മേനി വിളവെത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്ന വലിയൊരു സന്ദേശം ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സെറ്റല്ലേ? എന്ന് നമ്മൾ പോകുന്നു തോട്ടക്കാരി എന്ന് പറയുന്ന കവിതയിലേക്ക്. വാടിപ്പോയി തുളസി എന്നോതുമ്പോൾ കുടുംബിനി കൂടുതൽ കരിഞ്ഞതു നിൻ മുഖത്തളിരല്ലോ. അല്ലേ? ആ വാടിപ്പോയ തുളസി കണ്ട് സങ്കടപ്പെട്ടതും കൂടുതൽ കരിഞ്ഞതും ഈ കുടുംബിനിയായി വീട്ടമ്മയാണെന്നാണ് പറയണേ. നമുക്ക് കവിതയുടെ ആശയം സാർ ചുരുക്കുന്നു ഫസ്റ്റേ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് കവിത വായിക്കുമ്പോൾ പെട്ടെന്ന് ആശയം തലയിലേക്ക് കയറും. അതായത് 10 ദിവസം ഇവരുടെ വാടക വീടും പൂട്ടി മറ്റൊരു വീട്ടിൽ താമസിച്ച് തിരികെ വരികയാണ് ഭാര്യയും ഭർത്താവും. ഇവർ തിരികെ വരുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. എന്താ കാഴ്ച? ആ പൂന്തോട്ടെല്ലാം കരിഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ ഭാര്യ കരയുകയാണ്. ഭർത്താവ് താക്കോലെടുക്കാൻ മറന്നുപോയി. ഭർത്താവ് താക്കോലെടുക്കാത്തത് കൊണ്ട് ആ പൂട്ട് അടിച്ചു പൊട്ടിച്ചു. ഭാര്യ അത് കണ്ടിട്ടാണ് കരയുന്നതെന്നാണ് ഭർത്താവ് വിചാരിച്ചത്. പക്ഷേ ഭർത്താവിന് പിന്നീട് മനസ്സിലായി ഈ ഭാര്യ നട്ടു വളർത്തിയ പൂന്തോട്ടത്തിലെ തുളസിയും നിശാഗന്ധിയും ചെമ്പനീർ പൂവ്, റോസാപ്പൂവെല്ലാം കരിഞ്ഞു പോയ കാഴ്ച കണ്ട് സങ്കടപ്പെട്ടിട്ടാണ് തൻ്റെ ഭാര്യ കരയുന്നതെന്ന് ഭർത്താവിന് മനസ്സിലായി. ശേഷം ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന കവിതാഭാഗങ്ങളാണ്, വരികളാണ് ഈ കവിതയിൽ പറയുന്നത്. സെറ്റല്ലേ? എടാ, നമുക്ക് ഈ കവിത ഒന്ന് പഠിച്ചു തുടങ്ങാം. വാടിപ്പോയി തുളസി എന്നോതുമ്പോൾ കുടുംബിനി കൂടുതൽ കരിഞ്ഞത് നിൻ മുഖത്തളിരല്ലോ. അല്ലേ? വാടിയത് തുളസിയാണെന്ന് കാണുമ്പോൾ കൂടുതൽ കരിഞ്ഞു പോയത് കുടുംബിനി, പ്രിയപ്പെട്ടവളെ നിൻ്റെ മുഖമാണല്ലോ എന്നാണ് ഭർത്താവ് ആദ്യം തന്നെ പറയുന്നത്. ഈ തുളസിയേക്കാൾ കൂടുതൽ കരിഞ്ഞു പോയത് തൻ്റെ പ്രിയപ്പെട്ടവളായ തൻ്റെ ഭാര്യയുടെ മുഖമാണെന്ന് ഭർത്താവ് പറയുകയാണ്. വാടക വീടും പൂട്ടി 10 നാൾ മറുനാടൻ വാസവും കഴിച്ച് നാം മടങ്ങിയെത്തും നേരം വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കെ പൂട്ടിയ താക്കോലെങ്ങോ പോയി ഞാൻ വിഷണ്ണനായി. അല്ലേ? അറിയാത്ത വരികളൊക്കെ നമുക്ക് പഠിക്കാം. വാടക വീടും പൂട്ടി 10 നാൾ മറുനാടൻ വാസവും കഴിച്ച്, അതായത് ഇവരുടെ വാടക വീടാണ്, ഈ ഭാര്യയും ഭർത്താവിൻ്റെയും വാടക വീടാണ്. ഈ വാടക വീട് പൂട്ടിയിട്ട് 10 നാൾ മറ്റൊരു വീട്ടിൽ താമസിച്ച് തിരികെ വരികയാണ് ഈ ഭാര്യയും ഭർത്താവും. അപ്പോഴാണ് ഈ ഭാര്യ തൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം കരിഞ്ഞു പോയ കാഴ്ച കണ്ട് സങ്കടപ്പെടുന്നത്. ഇവരെ 10 നാൾ മറ്റൊരു വീട്ടിൽ താമസിച്ച് തിരികെ മടങ്ങി എത്തുന്നേരം
വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കേ. വിലപിക്കുക എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുക. വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കേ. വീട്ടുപൂന്തോട്ടം നോക്കി സങ്കടപ്പെട്ടാണ് ഈ ഭാര്യ നിൽക്കുന്നത്. കാരണം എന്താ? ഈ ഭാര്യ പൂന്തോട്ടം നോക്കി സങ്കടപ്പെടാനുള്ള കാരണം എന്താ? വാടിയിട്ടുണ്ടാവും അല്ലേ? സന്തോഷിക്കാനുള്ള കാരണം എന്തായിരിക്കും? പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുമ്പോൾ പൂന്തോട്ടം കാണുമ്പോൾ സന്തോഷിക്കും. പക്ഷേ പൂക്കളെല്ലാം വാടി നിൽക്കുമ്പോൾ ഞങ്ങൾ സങ്കടപ്പെടും. ഈ 10 നാള് വാടക വീടും പൂട്ടി മറ്റൊരു വീട്ടിൽ നിന്നും തിരികെ വീട്ടിലോട്ട് എത്തുമ്പോൾ ഈ ഭാര്യ കാണുന്ന കാഴ്ച എന്താണ് കുഞ്ഞുമക്കളെ? ഈ പൂക്കളെല്ലാം വാടി നിൽക്കുന്ന കാഴ്ചയാണ്. ഇതാണ് ആ ഭാര്യയെ സങ്കടത്തിലേക്ക് ആഴ്ത്തിയത്. പൂട്ടിയ താക്കോലെങ്ങോ പോയി ഞാൻ വിഷണ്ണനായി. വിഷണ്ണൻ എന്ന് പറഞ്ഞ ദുഃഖിതൻ അല്ലേ? ദുഃഖിതൻ. അതായത് പൂട്ടിയ താക്കോലെങ്ങോ പോയി ഞാൻ വിഷണ്ണനായി. തൻ്റെ 10 നാളുള്ള ആ മറ്റൊരു വീട്ടിൽ താമസവും കഴിഞ്ഞ് തിരികെ തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ പൂട്ടിയ താക്കോലെടുക്കാൻ മറന്നതായിരുന്നു ഭർത്താവിൻ്റെ സങ്കടം അല്ലേ? ആ താക്കോലെടുക്കാൻ മറന്ന സങ്കടത്തിലായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നത്. എൻ കരബലം കൊണ്ട് പൂട്ടു ഞാൻ ഉടച്ചപ്പോൾ നിൻ കവിൽ രണ്ടും വീണ്ടും അർദ്ധമായതു കണ്ടേൻ അല്ലേ? എൻ്റെ കരബലം കൊണ്ട്, എൻ്റെ ശക്തമായ കൈയുടെ ശക്തി കൊണ്ട് ഞാൻ ആ പൂട്ടുടച്ചപ്പോൾ നിൻ കവിൽ രണ്ടും വീണ്ടും അർദ്ധമായത് കണ്ടേൻ അല്ലേ? എൻ്റെ ശക്തമായ കൈ കൊണ്ട് ആ പൂട്ടുടച്ചപ്പോൾ നീ വീണ്ടും കരഞ്ഞത്, ആർദ്രമായത് സങ്കടം അല്ലേ? വീണ്ടും നീ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടു എന്നാ പറയണേ. എന്താണ് മക്കളെ? ഈ ഭർത്താവും ഭാര്യയും വീട് പൂട്ടി തിരികെ വരുമ്പോൾ ഈ പൂന്തോട്ടെല്ലാം വാടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ വാടി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു? താക്കോലെടുക്കാൻ മറന്നുപോയി. ആ പൂട്ട് പൊട്ടിച്ചു. അപ്പോൾ ഭാര്യ കരയുന്നത് കണ്ടു. അപ്പോൾ താൻ പൂട്ട് പൊട്ടിച്ചത് കൊണ്ടാണോ ഭാര്യയെ കരയുന്നതെന്നാണ് ഭർത്താവ് സംശയിക്കുന്നത്. പക്ഷെ അതല്ല. ഈ പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം കരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നതെന്ന് ഈ ഭർത്താവിന് മനസ്സിലായി. പോഴത്തം പറ്റിപ്പോയി. പോഴത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ഢിത്തം അല്ലേ? വിഡ്ഢിത്തം. പോഴത്തം പറ്റിപ്പോയി, വിഡ്ഢിത്തം പറ്റിപ്പോയി. പോവട്ടെ, ബലമുള്ള താഴൊന്നു വേറെ വാങ്ങാമെന്ന് ഞാൻ ഉരയ്ക്കവേ അല്ലേ? എൻ്റെ ഭാര്യയെ, എനിക്ക് വിഡ്ഢിത്തം പറ്റിപ്പോയി, ഞാൻ താക്കോലെടുക്കാൻ മറന്നുപോയി, എന്നിട്ടാണ് ഞാൻ ഈ പൂട്ട് പൊട്ടിച്ചത്, എന്നോട് ക്ഷമിക്കണമെന്ന് ഭർത്താവ് പറയാണ്. വിഡ്ഢിത്തം പറ്റിപ്പോയി, നമുക്ക് വേറൊരു താക്കോലും പൂട്ടും വേറെ വാങ്ങാമെന്നാണ് ഈ ഭർത്താവ് പറയണേ. ഭർത്താവിൻ്റെ വിചാരം എന്താ? ഈ ഭാര്യ കരഞ്ഞത് താൻ താക്കോലെടുക്കാത്തതുകൊണ്ട് പൂട്ട് പൊട്ടിച്ചുകൊണ്ടാണെന്നാ. ചൊല്ലി നീ വീണ്ടും. ഭർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയാണ്, പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി. എന്താണ് മക്കളെ? പിച്ചിപ്പൂ. മനോഹരമായൊരു പൂവാണ് പിച്ചിപ്പൂ. പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി അല്ലേ? ഭർത്താവിനോട് പറയാണ്, പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി, പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി ചേട്ടാ എന്ന് പറഞ്ഞ് ആര് കരയാണ് മക്കൾ? ഈ ഭാര്യ, ഈ കുടുംബിനി ഭർത്താവിനോട് പറയാണ്. താക്കോലെടുക്കാൻ മറന്ന് പൂട്ട് പൊട്ടിച്ച വിഷമത്തിലാണ് തൻ്റെ ഭാര്യ കരയെന്ന് വിചാരിച്ച ഭർത്താവിനോട് ഭാര്യ പെട്ടെന്ന് പറയാണ്, ചേട്ടാ പിച്ചി പൂക്കാതെ കരിഞ്ഞു പോയി, ഉണങ്ങിപ്പോയി. തൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കൾ വാടിപ്പോയ സങ്കടത്തിലാണ് ഭാര്യ ഉള്ളത്. വെള്ളമില്ലാതെ നിശാഗന്ധി തൈ നിലം പൊത്തി. വെള്ളം കിട്ടാതെ 10 നാള് വെള്ളം കിട്ടാതെ നിശാഗന്ധി തൈ, രാത്രി മാത്രം വിരിയാറുള്ള ആ നിശാഗന്ധിയുടെ തൈ എന്തു ചെയ്തു? ഉണങ്ങി നിലം പൊത്തി നിലത്തു വീണുപോയി. ഭാര്യയുടെ സങ്കടമാണ്. താക്കോല് പോയാൽ പോട്ടെ, ഇക്കൊല്ലം പൊന്നിൻ ചിങ്ങപ്പൂക്കാലം വിരുന്നിന് വരേണ്ട ഈ വീട്ടിലും അല്ലേ? താക്കോല് പോയാൽ പോട്ടെ മനുഷ്യ, താക്കോലാണ് വലിയ കാര്യം. ഭാര്യ കരഞ്ഞുകൊണ്ട് പറയാം, താക്കോല് പോയാൽ പോട്ടെ, അതല്ല ഇവിടുത്തെ വലിയ കാര്യം. പിന്നെന്താ? ഇക്കൊല്ലം പൊന്നിൻ ചിങ്ങപ്പൂക്കാലം വിരുന്നിന് വരേണ്ട ഈ വീട്ടിലും അല്ലേ? പൊന്നിൻ ചിങ്ങപ്പൂക്കാലം, ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. അതേപോലെ ചിങ്ങമാസം പൂക്കളുടെ മാസമായി കടന്നു വരുമ്പോൾ നമ്മളെ വീട്ടിൽ വളർന്ന, നമ്മളെ വീട്ടിൽ പിടിച്ച് ഈ പൂക്കൾ വേണ്ടേ അത് വീട്ടിൽ വെച്ച് ചിങ്ങമാസത്തെ വരവേൽക്കാൻ. പക്ഷേ ചിങ്ങമാസത്തെ വരവേൽക്കാൻ പൂക്കൾ ഈ വീട്ടിലില്ല. ഈ പൂക്കളെല്ലാം കരിഞ്ഞു പോയില്ലേ എന്ന സങ്കടമാണ് ഭാര്യ ഭർത്താവിനോട് പറയുന്നത്. അപ്പോൾ ഞാൻ ചൊല്ലി. ആരെ? ഞാനോ? ജോബി സാറോ? അല്ല. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയാണ്, തോട്ടക്കാരി സ്നേഹത്തോടെ ഭർത്താവ് വിളിക്കുക തൻ്റെ ഭാര്യയെ. തോട്ടക്കാരി, നിൻ വാത്സല്യത്തിൻ അത്ഭുത വർഷം മേഘം. നിന്റെ വാത്സല്യത്തിൻ, നിന്റെ സ്നേഹത്തിൻ്റെ അത്ഭുത വർഷമേഘം. വർഷം എന്നാൽ മഴ, മേഘം അല്ലെ? മഴമേഘം. നിന്റെ സ്നേഹമാകുന്ന മഴമേഘമാകുന്ന വെള്ളം, ആ മഴ സ്നേഹമാകുന്ന വെള്ളം മൺകുടമൊക്കെ തേറ്റി, മൺകുടത്തിൽ ആ സ്നേഹമാകുന്ന വെള്ളം നീ ഒഴിച്ചു വെച്ച്
ഇനി നിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും, പേടിക്കാൻ എന്തിരിപ്പല്ല. ഭർത്താവ് പറയാണ്, നിന്റെ സ്നേഹമാകുന്ന, നിന്റെ വാത്സല്യമാകുന്ന, നിന്റെ കരുതലാകുന്ന ആ മൺകുടത്തിലെ വെള്ളം, അത്ഭുത വർഷമേഘമാകുന്ന വെള്ളം മൺകുടത്തിലേന്തി ദിവസവും രണ്ടു നേരം ഈ വാടിയ പൂക്കൾക്കും തുളസിക്കും നിശാഗന്ധിക്കും പിച്ചിപ്പൂവിനും നീ ഒഴിച്ചാൽ മാത്രം പോരെ മോളെ, ഈ പൂക്കളെല്ലാം വിരിഞ്ഞു വരില്ലേ എന്ന് പറഞ്ഞ് ഭർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, പൂക്കളെല്ലാം വാടിയത് കണ്ട് കരയുന്ന ഭാര്യയെ ഭർത്താവ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പേടിക്കാൻ എന്തിരിപ്പു എന്ന് പറഞ്ഞ്. കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഗണ്ഡത്തിൽ ചിന്നിക്കാണായി ഗന്ധമാതിനി വർണ്ണം, അന്നേരമൻ ചിത്തത്തിനടഞ്ഞ വാതിൽ മന്ദം നിന്നുടെ അധരങ്ങൾ തുറന്നു പൊൻ താക്കോലാൽ. അല്ലേ, എന്താ പറയണേ? കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ, കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ. കണ്ണിലെ മഴത്തുള്ളി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥാക്കുന്നത് ഇവിടെ? കണ്ണീര് അല്ലേ, കണ്ണീർ. അതായത് ഭർത്താവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ ഭാര്യയുടെ കണ്ണിലെ മഴത്തുള്ളി, കണ്ണീരെല്ലാം വറ്റിപ്പോയി, ഇല്ലാതായി. ഭാര്യ സന്തോഷിക്കാൻ തുടങ്ങി, സങ്കടമെല്ലാം മാറാൻ തുടങ്ങി. കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഗണ്ഡത്തിൽ ചിന്നിക്കാണായി ഗന്ധമാതിനി വർണ്ണം. അതായത് ഈ പൂക്കളെല്ലാം കരിഞ്ഞ സങ്കടം കണ്ട് കണ്ണിൽ നിന്നും കണ്ണീര് വന്ന് കരഞ്ഞു നിൽക്കുന്ന ഭാര്യയെ നല്ല സന്തോഷമുള്ള വാക്കുകളാൽ, നിന്റെ വാത്സല്യമുള്ള സ്നേഹമുള്ള ആ മൺകുടത്തിലെ വെള്ളം നിത്യവും രണ്ടു നേരം ഈ പൂക്കളുടെ മുകളിൽ ഒഴിച്ചാൽ പോരെ, പൂക്കളെല്ലാം വീണ്ടും തളിർത്ത് വിടർന്നു വരില്ലേ എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ആ പൂക്കളെല്ലാം വാടിയ കാഴ്ച കണ്ട് സങ്കടപ്പെട്ട ഭാര്യയുടെ കണ്ണീരെല്ലാം പോയി. ഭാര്യ പതുക്കെ ചിരിച്ച് സന്തോഷിച്ച് വരികയാണെന്നാണ് ഈ വരികൾ പറയുന്നത്. അന്നേരമൻ ചിത്തത്തിനടഞ്ഞ വാതിൽ മന്ദം നിന്നുടെ അധരങ്ങൾ തുറന്നു പൊൻ താക്കോലാൽ. അധരം എന്ന് പറഞ്ഞ ചുണ്ട് അല്ലേ, സങ്കടം കൊണ്ട് മൂടി നിന്ന ചുണ്ട് മെല്ലെ സന്തോഷവാക്കുകളാൽ ഇങ്ങനെ ചിരിച്ച് വരികയാണ് അല്ലേ. അധരം മെല്ലെ തുറന്നു താക്കോലുകൊണ്ട്, സന്തോഷത്തിൻ്റെ താക്കോലുകൊണ്ട് ആ കുടുംബിനിയുടെ ചുണ്ട് അധരം മെല്ലെ തുറന്നു ചിരിക്കാൻ തുടങ്ങി. ഭർത്താവിൻ്റെ സന്തോഷമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ആ കുടുംബിനി ചിരിക്കുകയാണ് മക്കളെ. അതുകൊണ്ട് തന്നെ ഈ കവിത കുടുംബ ബന്ധത്തിൻ്റെ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെ, പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ, ഹൃദയബന്ധത്തിൻ്റെ ഒരു വലിയ ചിത്രം നമുക്ക് വരച്ചു കാണിക്കുന്നു. ഒരു പൂ കരിഞ്ഞപ്പോൾ സങ്കടപ്പെടുന്ന ഭാര്യയുടെ ഹൃദയശുദ്ധിയും, തൻ്റെ ഭാര്യയെ കരുതുന്നത് കണ്ട ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന ഭർത്താവിൻ്റെ വലിയ നന്മയും, കുടുംബജീവിതത്തിൽ നമ്മൾ കാത്തുപാലിക്കേണ്ട വിശുദ്ധിയും സ്നേഹവും സഹാനുഭൂതിയും സഹവർത്തിത്വവും, പ്രകൃതി മനുഷ്യനും ഒന്നായി കാണണമെന്നും പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും പറയുന്ന വലിയ ചിന്തയും ഒക്കെ ഉൾക്കൊള്ളുന്ന പി ഭാസ്കരൻ്റെ മനോഹരമായ കവിതയാണ് പി ഭാസ്കരൻ കൃതികൾ എന്ന കവിതയിൽ നിന്നും എടുത്ത ഏതാണ് നമ്മുടെ തോട്ടക്കാരി എന്ന് പറയുന്ന കവിത. സെറ്റല്ലേ? ഇനി നമ്മൾ ഈ കവിതയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. നമുക്കൊരു കവിത പഠിച്ചു, ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് സെറ്റാക്കിയ ജിബറുള്ളക്ക അസ്സലാമു അലൈക്കും എല്ലാം സെറ്റാക്കും നമ്മൾ. ഓക്കെ, യെസ്. കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ. എടാ, നിങ്ങൾ ഈ ഒരു പാട്ട് കേട്ടിനാ? രസമാണ് ആ പാട്ട് പാടാൻ. അണ്ടക്ക മണ്ടക്ക ഡാമ ഡീമ ഡിസ്കണക്കണ കോക്കണക്കണ അല്ലി മല്ലി സി പട്ടണത്തിൽ പോ. ഇടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഓടി വരും കേട്ടോ, എന്തെല്ലോ ബഗഡ് പാട്ടൊക്കെ. ഓക്കെ, ആവട്ടെ. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പഠിക്കാം. കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഗണ്ഡത്തിൻ ചിന്നിക്കാണായി ഗന്ധമാതിനി വർണ്ണം, അന്നേരമൻ ചിത്തത്തിനടഞ്ഞ വാതിൽ മന്ദം നിന്നുടെ അധരങ്ങൾ തുറന്നു പൊൻ താക്കോലാൽ. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ, എന്താണ് ചോദ്യം? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. 5 മാർക്കിൻ്റെ ചോദ്യം. നമുക്കറിയാം, വിശകലനക്കുറിപ്പോ വിശദമാക്കോ ഇല്ലാതെ ഒരു എക്സാം കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് 5 മാർക്കിൻ്റെ ചോദ്യം ഈ വരികളൊന്നും പ്രതീക്ഷിക്കാം. എന്താണ് ചോദ്യം? ഈ വരികളെ കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഗണ്ഡത്തിൻ ചിന്നിക്കാണായി ഗന്ധമാതിനി വർണ്ണം, അന്നേരമൻ ചിത്തത്തിനടഞ്ഞ വാതിൽ മന്ദം നിന്നുടെ അധരങ്ങൾ തുറന്നു പൊൻ താക്കോലാൽ. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുന്ന ചോദ്യം നമുക്ക് നോക്കാം. ഈ വരികളുടെ വിശകലനം: കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ. ഈ വരികൾ കവിതയുടെ തീർത്ഥഭാവനയാണ്. അതായത് കണ്ണീര് വറ്റിപ്പോയ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ തുടങ്ങുന്ന ഭാര്യ എന്നർത്ഥം. ഭാര്യയുടെ കണ്ണീരൊഴുകലിൽ നിന്നും അവളുടെ സ്നേഹമാണ് വ്യക്തമാകുന്നത്. അവളുടെ അന്തർലീനമായ ഉള്ളിൽ നിന്നും വരുന്ന അവളുടെ സ്നേഹമാണ് അന്തർലീനമായ സ്നേഹം കവിയുടെ ഹൃദയത്തിലെ
പൂട്ടിയിരിക്കുന്ന വാതിൽ തുറക്കുന്നു. അതായത് ആ ഭാര്യയുടെ സ്നേഹം കവി ഉണർത്തുന്നു എന്ന് പറയുന്നു. ഗത്തിൽ ചിന്നിക്കണ്ടത്ത് ചിന്നിക്കാണായി ഗന്ധമാദിനി വർണ്ണം. ഇവിടെ ഗന്ധമാദിനി എന്നത് ഒരു വിശിഷ്ട സുഗന്ധമുള്ള പുഷ്പമായി ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ. വിശിഷ്ടമായൊരു സുഗന്ധമുള്ള പുഷ്പമാണ് ഗന്ധമാദിനി. അതേപോലെ ഒരു ഗന്ധമുള്ളവളായി മാറുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറയാൻ വേണ്ടിയാണ്, ഭാര്യയെ വിശേഷിപ്പിക്കുകയാണ് ഈ വരികളിലൂടെ. അതിൻ്റെ സൗന്ദര്യവും സുഗന്ധവുമെല്ലാം ചേർന്ന് അവളുടെ ഗണ്ഡത്തിൻ, അതായത് കവിൾത്തടം, ഗണ്ഡം കവിൾത്തടത്തിൽ തെളിയുന്നു എന്ന് കവി ഉദ്ദേശിക്കുന്നു. അതായത് അതിൻ്റെ മൃദുത്വം, സൗന്ദര്യം, സൗമ്യത എന്നിവയെ ഭാര്യയിൽ കാണുന്നു. അവരുടെ സ്നേഹബന്ധത്തിൻ്റെ സൗന്ദര്യവും സുഗന്ധവുമാണ്. പൊൻതാക്കോൽ എന്നത് അവളുടെ സ്നേഹമാണ് മഴയായി വരുന്നത്. അതാണ് ഹൃദയത്തിൽ അടച്ച വാതിലുകൾ തുറക്കുവാനുള്ള ഏക താക്കോൽ. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയോട് നല്ല വാക്കുകൾ പറഞ്ഞ് തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന, തൻ്റെ ഭാര്യയുടെ കണ്ണീരെല്ലാം മായ്ച്ച് തൻ്റെ ഭാര്യയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന സ്നേഹനിധിയായ ഭർത്താവിൻ്റെ വാക്കുകൾ, വരികൾ, ഭാര്യയെക്കുറിച്ചുള്ള വരികൾ, ഈ വാക്കുകളാണ്, നമുക്ക് ഈ വരികളാണെന്ന് കാണാൻ സാധിക്കും. സെറ്റല്ലേ? അടുത്ത ചോദ്യം എന്താണ്? അപ്പോൾ ഞാൻ ചൊല്ലി, കവി ചൊല്ലി, തോട്ടക്കാരി നിൻ വാത്സല്യത്തിൻ അത്ഭുത വർഷമേഘം മൺമുടമൊത്ത് കയറ്റി എന്നെ നിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും, പേടിക്കാൻ എന്തിരിപ്പൂ. എന്താ മക്കൾ പറയണേ? ഈ വരികൾ വിശകലനം ചെയ്ത് കാവ്യഭംഗി കണ്ടെത്തുക. കാവ്യഭംഗി, ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ഞാൻ ചൊല്ലി, ഈ കവിതയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒന്ന് കാവ്യഭംഗിയൊക്കെ കാണാൻ ചോദ്യം വരും കേട്ടോ. അതുകൊണ്ട് വരികളും ആശയം കൃത്യമായി പഠിച്ചു പോകണം എൻ്റെ കുഞ്ഞുമക്കൾ. അതായത് അപ്പോൾ ഞാൻ ചൊല്ലി, കവി ചൊല്ലി, തോട്ടക്കാരി നിൻ വാത്സല്യത്തിൻ അത്ഭുത വർഷമേഘം മൺകുടമൊക്കെ തേറ്റി എന്നെ നിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും, പേടിക്കാൻ എന്തിരിപ്പൂ. ഈ വരികൾ വിശകലനം ചെയ്ത് കാവ്യഭംഗി ചർച്ച ചെയ്യുക. അതായത് ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന വരികളാണ് ഇവ, വ്യക്തമാണ്. അതെന്താണ് ഭർത്താവ് പറഞ്ഞതെന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. നോക്കാം. ഈ വരികളിൽ കാണപ്പെടുന്നത് ഒരു ഭാഷാ പ്രൗഢിയും സ്നേഹവാക്ചാതുര്യവുമാണ് അല്ലേ. തൻ്റെ സങ്കടപ്പെട്ട ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന ഭർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ വരികൾ ഇവിടെ കാണാം. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ചീത്ത പറയില്ലടാ, ഈ എന്ത് കരിയാണ്ടിരിക്കുക, ഒരു അടി തരും ഞാൻ, അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയുന്നവരൊന്നല്ല നമ്മൾ ഈ ഭർത്താവിനെ പോലെ സ്നേഹം നിറഞ്ഞവരൊക്കെയാണല്ലോ. പക്ഷേ അതെ, ആവട്ടെ, ഇവിടെ ഭർത്താവ് നിങ്ങളെപ്പോലെ തന്നെയാണ്, സ്നേഹം നിറഞ്ഞ മനുഷ്യനാ അല്ലേ. തൻ്റെ ഭാര്യ കരഞ്ഞ കണ്ടിട്ട് ആ ഭർത്താവ് ഭാര്യയ്ക്ക് കണ്ട് ചവിട്ട് കൊടുത്തോ? ഇല്ല. അല്ലെങ്കിൽ ഭാര്യനെ ചീത്ത പറഞ്ഞോ? ഇല്ല. ഭാര്യയെ ഭർത്താവ് ആശ്വസിപ്പിക്കുകയാണ്. എങ്ങനെ? സ്നേഹനിധിയായ പ്രിയപ്പെട്ടവളെ, എനിക്ക് അറിയാതിരിക്കട്ടെ, ഇതിൻ്റെ വാത്സല്യമുള്ള കരസ്പർശം ഏറ്റാലും മതി, വെള്ളം ഒഴിച്ചാലും മതി, ആ പൂക്കളൊക്കെ വിടർന്ന് വരില്ലേ എന്ന് പറഞ്ഞ് ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ്. എങ്ങനെ? വാത്സല്യത്തിൻ അത്ഭുത വർഷമേഘം എന്ന രൂപത്തിൽ ഭാര്യയുടെ സ്നേഹം പ്രകൃതിയുമായി സാദൃശ്യം വെച്ച് കാണിക്കുന്നു. മൺകുടമൊക്കെ തേറ്റി എന്നത് ഗ്രാമ്യ ജീവിതം നിറഞ്ഞ ഒരു ദൃശ്യമാണിത്. ഭാവനാപരവും ആത്മീയവുമാകുന്നു. കവിയുടെ മനസ്സിൽ ചേർന്ന് നിൽക്കുന്ന ജീവിതത്തെ അത്ര മനോഹരമായി കവിതയിലെ താളം കൊണ്ട് ചാരുതാപൂർണമാക്കി മാറ്റുന്നു അല്ലേ. തൻ്റെ കരയുന്ന ഭാര്യയെ തൻ്റെ സ്നേഹനിധിയായ സംസാരം കൊണ്ട് അവളെ ആശ്വസിപ്പിക്കുന്ന ഭർത്താവിൻ്റെ വരികളാണ്, വാക്കുകളാണ് ഇവയെന്ന് കാണാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം. വാടിപ്പോയ തുളസി എന്ന ഉപമ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വാടിപ്പോയ തുളസി എന്ന് പറഞ്ഞാൽ ആരെയാണ്? തുളസിയെ മാത്രമാണോ? അല്ല, പിന്നെയോ ആ ഭാര്യയെ കൂടിയല്ലേ. ആ തുളസിയെ നട്ടു നനച്ച ആ കുടുംബിനിയുടെ സങ്കടത്തിൽ മുഖഭാവത്തിൽ കൂടിയല്ലേ ഇവിടെ വാടിപ്പോയ തുളസി എന്ന് പറയുന്നത്. നോക്കാം. വാടിപ്പോയ തുളസി എന്ന ഉപമ കുടുംബത്തിലെ ജീവിതം നിറഞ്ഞിരുന്ന ആത്മബന്ധങ്ങളാണ്. ഇപ്പോൾ അത് ക്ഷയിച്ചിരിക്കുന്നു അല്ലേ. ആ കുടുംബ ബന്ധങ്ങളിലെ സ്നേഹമാണ്, ആത്മബന്ധമാണ് തുളസി. പക്ഷെ അത് വാടിപ്പോയെങ്കിൽ അവരുടെ സങ്കടത്തെ കാണിക്കുന്നു എന്നതിൻ്റെ ദൃശ്യമായി പ്രവർത്തിക്കുന്നു. തുളസി ഒരു ശുദ്ധതയുടെ, വിശുദ്ധതയുടെ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഓരോ ഇന്ത്യൻ വീട്ടിലും അതിന് ആത്മീയവും സാംസ്കാരികവുമായ മഹത്വമുണ്ട് അല്ലേ. നമ്മൾ ഓരോ ഇന്ത്യക്കാരുടെ വീട്ടിൽ തുളസിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളാണെങ്കിൽ തുളസി പറിച്ച് നമ്മുടെ മുടിയിൽ ചൂടും. നമുക്ക് പനി വന്നാൽ തുളസിയുടെ വെള്ളം കുടിക്കും. അതുകൊണ്ട് തുളസി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തുളസി വാടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവരുടെ സന്തോഷം, കുടുംബജീവിതത്തിൻ്റെ ബന്ധം എല്ലാം വാടിപ്പോയി എന്നാണ് അർത്ഥം. അതിനാൽ തന്നെ തുളസി വാടിപ്പോയിരിക്കുന്നു എന്നത് കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ ഉണങ്ങിപ്പോയതിൻ്റെ സൂചനയായി കവി ഉപയോഗിക്കുന്നു. കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ ഉണങ്ങിപ്പോയി എന്നതിൻ്റെ സൂചനയായി കവി ഇവിടെ ഉപയോഗിക്കുകയാണ് തുളസി വാടിപ്പോയി എന്ന് പറയുന്നത്. ഒറ്റപ്പെടലിൻ്റെയും തണുത്ത ദൈനംദിന ബന്ധങ്ങളുടെയും പ്രതീകവുമാണ് ഈ ഉപമ അല്ലേ. ഒറ്റപ്പെടലിൻ്റെ, സങ്കടത്തിൻ്റെ ഉപമയായി ഈ വാടിപ്പോയ തുളസി കടന്നു വരുന്നു.
ഒടുവിൽ കുടുംബജീവിതം വീണ്ടും സജീവമാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കവി ഈ ഉപമയിലൂടെയെല്ലാം വിങ്ങിയ മനസ്സിലൂടെയും തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് അല്ലേ. കവി ഇതിലൂടെ തന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഈ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഭാര്യയെ കവി എന്ത് ചെയ്യുന്നു, ആശ്വസിപ്പിക്കുകയാണ് ഈ തുളസി എന്ന് പറയുന്ന വാക്കിലൂടെ, അല്ലെങ്കിൽ തുളസി ഉണങ്ങി എന്ന് പറയുന്നതിലൂടെ ഈ സങ്കടപ്പെടുന്ന ഭാര്യയുടെ ജീവിതത്തിൻ്റെ ഒരു അംശം കാണിക്കുന്നു. ഒറ്റപ്പെടലിൻ്റെയും തണുത്ത ദൈനംദിന ബന്ധങ്ങളുടെയും പ്രതീകവുമാണ് ഈ തുളസി എന്ന ഉപമ എന്നെ മക്കൾ പഠിക്കണം കേട്ടോ. അടുത്തൊരു ചോദ്യം, കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ എന്ന വരിയിൽ കാണുന്ന ഭാവനയെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ എഴുതുക. എന്താണ് സ്വന്തം വാക്യത്തിൽ? ഒരു ചോദ്യം വരാം, സ്വന്തം വാക്യത്തിൽ എഴുതുക. സ്വന്തം വാക്യത്തിൽ എഴുതുക, അതായത് സ്വ അഭിപ്രായം വ്യക്തമാക്കാൻ നമുക്ക് ചോദ്യം വരും. ഇപ്പം എന്താ മക്കളെ, കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ എന്ന വരിയിൽ കാണുന്ന ഭാവനയെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ എഴുതുക. കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷിക്കുക, സങ്കടം കുറയുക എന്നതിലർത്ഥം. നോക്കാം, ഭാര്യയുടെ കണ്ണീരിലൂടെ പ്രകടമാകുന്ന വാത്സല്യവും ആഴമുള്ള സ്നേഹഭാവവും മനസ്സിലാകുമ്പോൾ കവിയുടെ മനസ്സിൽ പതിയിരുന്ന ഉരുക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നു. അത്രമാത്രം ശക്തമാണ് ആ സ്ത്രീയുടെ സ്നേഹത്തിൻ്റെ പ്രഭാവം. കണ്ണീർ മാത്രമല്ല, അത് ഹൃദയത്തിലെ പിണക്കവും ദൂരവുമെല്ലാം ഇല്ലാതാകുന്ന ഒരു തീർത്ഥമായി കവിക്ക് തോന്നുന്നു. അത് ഒരു ക്ഷീണിച്ച് മനസ്സിലേക്കുള്ള പുത്തൻ വാസന്തിയെ കൊണ്ടുവരുന്ന മഴത്തുള്ളിയാണെന്നതുപോലെ പ്രത്യക്ഷപ്പെടുന്നു. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ആ കണ്ണീർ തന്നെ മനസ്സിലെ അടഞ്ഞ വാതിലുകൾക്ക് ഒരു താക്കോലായി മാറുന്നു അല്ലേ. ആ വാടിയ പൂന്തോട്ടം കണ്ട് കരയുന്ന ഭാര്യയ്ക്ക് ആശ്വാസമായി അല്ലേ, ആ ഭാര്യയുടെ കണ്ണീര് മാറ്റുന്ന ഒരു കഥാപാത്രത്തിൻ്റെ സ്നേഹ ചൈതന്യമുള്ള കഥാപാത്രമായി ഭർത്താവ് മാറുന്ന ആ വരികളാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്ന ആശയം എന്ന് പറയുന്നത്. നോക്കാം അടുത്ത ചോദ്യം. തോട്ടക്കാരി നിൻ വാത്സല്യത്തിൻ്റെ അത്ഭുത വർഷമേഘം എന്ന വരി കവിതയിലെ പ്രധാന സന്ദേശത്തെ പ്രതിനിധീകരിക്കുന്നു. വിശദീകരിക്കുക മക്കളെ, വിശദീകരിക്കുക. വീണ്ടും ഒരു 5 മാർക്കിൻ്റെ ചോദ്യമായി വരാം. തോട്ടക്കാരി നിൻ വാത്സല്യത്തിൻ്റെ അത്ഭുത വർഷമേഘം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് പറയുന്ന ഈ വരിയുടെ പ്രാധാന്യം എന്താണെന്നാണ് ചോദ്യം. നോക്കാം. ഈ വരിയിൽ കവി സ്വന്തം ഭാര്യയുടെ സ്നേഹത്തെ പ്രകൃതിദത്തമായ അത്ഭുതമായി അനുഭവിക്കുന്നു. വർഷമേഘം എന്നത് ജീവൻ പകരുന്ന മഴയെ സൂചിപ്പിക്കുന്നു അല്ലേ. ജീവൻ പകരുന്ന മഴ, അതേപോലെ ഉണങ്ങിയ ആ ചെടികൾക്ക് ജീവൻ പകരുന്ന മഴയായി ആ സ്ത്രീയുടെ വാത്സല്യത്തിൽ നിന്നും ഒഴുകുന്ന ആ മൺകുടത്തിലെ വെള്ളം വീഴണമെന്നാണ് കവി പറയുന്നത്. അതുപോലെ അവളുടെ വാത്സല്യം ഈ വീട്ടിൽ പുതുമയും ജീവപര്യന്തമായ ബന്ധവും പുനഃസ്ഥാപിക്കുന്നു. ആ സ്നേഹമഴ വീണ്ടും ജീവിതത്തിലേക്ക് പുതുമയും പാവനതയും കൊണ്ടുവരുന്നു. കുടുംബജീവിതത്തിലെ സ്നേഹത്തിൻ്റെ അതുല്യമായ പ്രാധാന്യവും ഭാര്യ എന്ന സ്ത്രീയുടെ അസാധാരണ ആത്മസമർപ്പണവും പ്രതികരിക്കുന്നതുമാണ് ഈ വരികൾ. ഭാര്യ എന്നതിൻ്റെ വലിയ പ്രതിനിധീകരണമാണ് ഈ വരികൾ. തൻ്റെ ഭാര്യ സങ്കടപ്പെടുന്നത് കണ്ടിട്ട് ആ ഭാര്യയുടെ സ്നേഹമുള്ള ആ വെള്ളം കൊണ്ടാൽ മതി, മൺകുടത്തിലെ വെള്ളം കൊണ്ടാൽ ആ പൂക്കളൊക്കെ വീണ്ടും വിടർന്നു വരില്ലേ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ സ്നേഹമായ വരികളാണ് ഈ വരികളൊക്കെ. കുടുംബത്തിൽ സ്നേഹവും കരുതലും വീണ്ടെടുക്കുന്നത് സ്ത്രീയുടെ പ്രകൃതിദത്തമായ സ്നേഹശേഷിയിലൂടെയാണ് എന്നതാണ് ഈ വരിയുടെ ഉള്ളടക്കം. അത് സ്ത്രീയുടെ പ്രകൃതിദത്തമായ സ്നേഹശേഷിയാണെന്ന് ഈ വരികൾ നമ്മോട് പറയുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അടുത്തൊരു ചോദ്യം. കവിയുടെ മനസ്സാകുന്ന വാതിൽ തുറന്ന താക്കോൽ ആരുടെ കയ്യിലാണ് ഉള്ളത് അല്ലേ. കവിയുടെ മനസ്സാകുന്ന ആ വാതിൽ തുറന്ന താക്കോൽ ആരുടെ കയ്യിലാണ് ഉള്ളത്, എങ്ങനെയുള്ളതാണ് ആ താക്കോൽ എന്നാണ് ചോദ്യം. ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് 2 മാർക്കൊക്കെ ചോദ്യം വരാം. നോക്കാം. കവിയുടെ ഹൃദയത്തിൽ അടഞ്ഞുപോയ വാതിൽ തുറക്കാൻ കഴിവുള്ള താക്കോൽ ഭാര്യയുടെ കയ്യിലാണ് അല്ലെ. ഭാര്യയുടെ കയ്യിലാണ് താക്കോൽ ഉള്ളത്. അതൊരു സാധാരണ താക്കോലല്ല, അത് സ്നേഹവും സഹനവുമാണ്. ഈ ഭാര്യ സങ്കടപ്പെടുന്ന കണ്ട് ഭർത്താവും സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ സങ്കടം മാറ്റാനും ഈ ഭാര്യയുടെ സങ്കടം മാറ്റാനും പരസ്പരമുള്ള താക്കോൽ ഈ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഉള്ളിലെ സ്നേഹം തന്നെയാണെന്ന് പറയുന്നു. അവരുടെ കണ്ണീരിലും വാത്സല്യവും കവിയുടെ മനസ്സിനെ ഉണർത്തുന്നു. അതാണ് ആ വാതിലുകൾ തുറക്കാൻ കഴിയുന്ന താക്കോൽ, അതായത് സ്നേഹമഴയുടെ താക്കോൽ. ഇവിടെ താക്കോൽ എന്തായി മാറുന്നു മക്കളെ? കുടുംബ ബന്ധത്തിലെ എന്തായി മാറുന്നു? സ്നേഹമായി മാറുന്നു. കുടുംബ ബന്ധത്തിലെ സ്നേഹമാണ് ഈ താക്കോൽ എന്ന് നമുക്കിതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പൊന്നിൻ ചിങ്ങപ്പൂക്കാലം ഈ വീട്ടിൽ ഇനിയും വരണം. പൊന്നിൻ ചിങ്ങപ്പൂക്കാലം ഈ വീട്ടിൽ ഇനിയും വരേണ്ടേ എന്ന് ഭാര്യയുടെ ചോദ്യത്തിന് അത് എങ്ങനെ വീണ്ടെടുക്കാമെന്നാണ് കവി ആശ്വസിക്കുന്നത് അല്ലേ. പൊന്നിൻ പൂക്കാലം ചിങ്ങപ്പൂക്കാലം ഇനിയും വീട്ടിലോട്ട് വരണ്ടേ എന്ന് ഭാര്യ പറയുമ്പോൾ എങ്ങനെയാണ് ആ ഭർത്താവ് അതിനെ വീണ്ടെടുക്കാമെന്ന് പറയുന്നത്? കവി വിശ്വസിക്കുന്നു പഴയകാല
പൊന്നിൻ ചിങ്ങം പോലെയുള്ള കാലം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് കവി ഉറപ്പ് നൽകുന്നു. അതായത് ഭാര്യ പറയാണ്, ഇനി ചിങ്ങമാസമാണ് വരാൻ പോകുന്നത്. ഈ ചിങ്ങമാസം ഇവിടെ വരണമെങ്കിൽ ഇവിടെ എന്ത് വേണം മക്കളെ? എന്ത് വേണം? ഭാര്യ ഭർത്താവിനോട് പറയാണ്, ആ പൂക്കൾ വേണം. ഈ ചിങ്ങമാസത്തെ വരവേൽക്കണമെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കൾ വേണം. പക്ഷേ ഈ പൂക്കളൊന്നും ഇവിടെ ഇല്ല. ഈ പൂക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ചിങ്ങമാസത്തെ വരവേൽക്കാൻ സാധിക്കൂ. പക്ഷേ ഈ പൂക്കളെല്ലാം വാടിക്കിടക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ചിങ്ങമാസത്തെ വരവേൽക്കാൻ സാധിക്കാമെന്ന് ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഭർത്താവ് ഭാര്യ ആശ്വസിപ്പിക്കുകയാണ്, നിന്റെ സ്നേഹനിധിയായ പരിചരണം മതി ഈ പൂക്കളെല്ലാം വീണ്ടും വിടർന്നു വരാനെന്ന്. കാലം വീണ്ടും വീണ്ടെടുക്കാൻ കഴിയുമെന്ന് കവി ഉറപ്പ് നൽകുന്നു. ഈ പൂക്കളെല്ലാം വീണ്ടും വിടർത്താൻ കഴിയുമെന്ന് കവി ഉറപ്പ് നൽകിയാണ്. അത് സ്നേഹത്തിൻ്റെ മഴ വീണ്ടും പെയ്യുമ്പോഴാണ്. നിന്റെ സ്നേഹമാകുന്ന മഴ, നിന്റെ സ്നേഹമാകുന്ന വെള്ളം ആ പൂക്കളുടെ മുകളിൽ വീണാലും മതി, ആ പൂക്കളെ വീണ്ടും വിടർന്നു വരില്ലേ എന്ന് കവി പറയാണ്. അതായത് ഭാവിയിൽ അവളുടെ കരുതലും സ്നേഹവും ജീവിതത്തിൽ പുനഃപ്രവേശിക്കുന്നതോടെ ആ പച്ചപ്പും ഓണക്കാലവും കുടുംബത്തിൽ വീണ്ടും വരുമെന്ന് കവി വിശ്വസിക്കുന്നു. ആ പച്ചപ്പും ഓണക്കാലവും വീണ്ടും കുടുംബത്തിൽ വരുമെന്നാണ് കവി വിശ്വസിക്കുന്നത്. ഭാര്യ വീണ്ടും ഈ പൂക്കൾക്ക് നേരെ വെള്ളമൊഴിച്ചാലെന്ന് ഭർത്താവ് പറയുന്നു. അതുപോലെ തന്നെ ആത്മബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാമെന്ന പ്രതീക്ഷയാണ് കവിയുടെ ആശ്വാസമാകുന്നത്. ഈ വീണ്ടും ഭാര്യ വെള്ളമൊഴിച്ച് ആ പൂക്കളെല്ലാം വീണ്ടും വിടർന്നു വന്നാൽ വീണ്ടും പഴയ പോലെ സന്തോഷം തൻ്റെ കുടുംബത്തിലുണ്ടാകുമെന്നും കവി തിരിച്ചറിയുന്നു. ഭാര്യയുടെ വാത്സല്യത്തിൻ അത്ഭുത മഴ വീണ്ടും വീട് പുളകിതമാക്കും. വീട്ടിൽ വീണ്ടും സന്തോഷമുണ്ടാക്കും ഭാര്യയുടെ പരിചരണം. ആ സ്നേഹത്തിൻ്റെ മഴ വീണ്ടും ഒരു പൊന്നിൻ ചിങ്ങം വീട്ടിൽ വിരിയിക്കും. അതായത് ഈ ഭാര്യയുടെ പരിചരണത്തിലെ പൂക്കൾ വീണ്ടും വിടർന്നാലേ ആ വീട്ടിൽ വീണ്ടും സന്തോഷമുണ്ടാകുമെന്നാണ് ഭർത്താവ് പറയുന്നത്. അതാണ് ഭർത്താവിൻ്റെ സ്നേഹനിധിയായി വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത്. ഭാര്യയെ തോട്ടക്കാരി എന്ന് വിളിച്ചതിൽ ഔചിത്യം എന്ത്? ഔചിത്യം വ്യക്തമാക്കുക. ഔചിത്യം വ്യക്തമാക്കുക എന്നൊരു ചോദ്യം വരും. ഔചിത്യം വ്യക്തമാക്കുക. ഭാര്യയെ തോട്ടക്കാരി എന്ന് വിളിച്ചതിൽ എന്താണ് ഔചിത്യം? ഔചിത്യം വ്യക്തമാക്കുന്ന ചോദ്യം നോക്കാം നമുക്ക്. ഭാര്യ വീട്ടിലെ പൂന്തോട്ടത്തെ പരിപാലിക്കുന്നവളാണ്. സംശയമുണ്ടോ? ഇല്ല. പക്ഷേ പരിപാലിക്കുന്നവളെ തോട്ടക്കാരി എന്ന സ്നേഹത്തോടെയാണ് ഭർത്താവ് വിളിക്കുന്നത്. പൂന്തോട്ടം ജീവൻ കൊണ്ട് നിറയും പോലെ കുടുംബവും അവളുടെ സ്നേഹവും കരുതലുമാണ് സജീവമാകുന്നത്. ഈ പൂന്തോട്ടവും തൻ്റെ കുടുംബവും സ്നേഹത്തോടെ പരിചരിക്കുന്നവരാണ് ഈ ഭാര്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കവി അവളെ തോട്ടക്കാരി, തൻ്റെ കുടുംബജീവിതവും ഈ പൂന്തോട്ടവും സ്നേഹത്തോടെ പരിചരിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കവി ഭാര്യയെ സ്നേഹത്തോടെ തോട്ടക്കാരി എന്ന് വിളിക്കുന്നത്. ഭാവഗംഭീരതയുള്ള ഈ വിശേഷണം മൂലം സ്ത്രീയുടെ പ്രാധാന്യവും കുടുംബത്തിൽ അവൾ വഹിക്കുന്ന പങ്കും ഊന്നി പറയുന്നു. കുടുംബത്തിലെ സ്ത്രീ അനുഭവിക്കുന്ന പങ്കും ഇവിടെ വ്യക്തമാവുകയാണ്. അതിനാൽ തോട്ടക്കാരി എന്ന പേര് ഇവിടെ പ്രതികരിക്കുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ ആശ്വാസവുമാണ്, ആത്മബന്ധത്തിൻ്റെ വേറിട്ട പ്രതീകവുമാണ്. ഇതിലൂടെ സ്ത്രീയുടെ കുടുംബത്തിലെ നില, പ്രാധാന്യം, വികാരപരത, കരുതൽ എന്നീ എല്ലാ ഗുണങ്ങളും കവി അനായാസമായി പ്രകടിപ്പിക്കുന്നു. ഇതിലൂടെ സ്ത്രീയുടെ സ്നേഹനിധിയായ പരിചരണം, അവരുടെ സമീപനം, ആ സ്ത്രീയുടെ വിശ്വാസത എല്ലാം തന്നെ കൃത്യമായി ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് വൈരാഗ്യത്തെയും ഒറ്റപ്പെടലിനെയും സമ്പൂർണ്ണമായി മാറ്റിവെക്കുന്ന സ്നേഹത്തിൻ്റെ വിളംബരമാണ്. ഈ സ്നേഹത്തിൻ്റെ വിളംബരമായി വൈരാഗമോ ഒറ്റപ്പെടുത്തലോ കുറ്റപ്പെടലോ ഒന്നുമില്ലാതെ ഇവ സ്നേഹത്തിൻ്റെ ഒരു കുടുംബബന്ധത്തിൻ്റെ പൂന്തോട്ടത്തിൻ്റെ കാവൽക്കാരി എന്ന അർത്ഥത്തിലാണ് തോട്ടക്കാരി എന്ന് ഭാര്യയെ ആര് സ്നേഹത്തോടെ വിളിക്കുന്നത്? കവി സ്നേഹത്തോടെ വിളിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ മക്കളെ, നമ്മൾ തോട്ടക്കാരി എന്ന് പറയുന്ന ഈ ഒരു കവിത പഠിച്ചു കഴിഞ്ഞു. ഇതിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ എക്സാമിന് ലൈവിന് 8ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡിൻ്റെ ആനുവൽ എക്സാമിൻ്റെ തലേ ദിവസം നൈറ്റ് 7 മണിക്ക് 7:30 നമ്മൾ എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനൽ ലൈവായിട്ട് വരും. ജോബിൻ സാറ്, ഷാജി സാറും ഉണ്ടാകും. നമ്മൾ കൃത്യമായി ബാക്കി എല്ലാ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയും. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ തോട്ടക്കാരി എന്ന് പറയുന്ന കവിതയും ഈ കവിതയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ആശയങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. പൂന്തോട്ടം കരിഞ്ഞത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന തൻ്റെ ഭാര്യയെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു ഭർത്താവിനെ കാണാം. ഈ ഭർത്താവിനെ പോലെ നമ്മളും പെരുമാറണം. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ കരുതുന്നത് കണ്ടിട്ട് നമ്മൾ പിന്നോട്ടേക്ക് പോകാതെ അവരെ സ്നേഹിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള വലിയൊരു ബന്ധവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വലിയ ഹൃദയബന്ധവും ഈ കാവ്യത്തിൽ കാണാം. പി ഭാസ്കരൻ മലയാളത്തിലെ പ്രിയപ്പെട്ട കവി മാത്രമല്ല, ഒരു സിനിമ ഗാനരചയിതാവ് കൂടിയാണ്. അദ്ദേഹം സിനിമ പാട്ടിലൊക്കെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളിക്ക് ആത്മബന്ധത്തോടുകൂടി, ഒരു ഹൃദയബന്ധത്തോടുകൂടി കവിത ഏറ്റെടുക്കാൻ സാധിക്കുന്നത്. തോട്ടക്കാരി എന്ന സ്നേഹത്തോടെ തൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ആ ഭാര്യയുടെ സങ്കടം മാറ്റുന്ന ഒരു ഭർത്താവിൻ്റെ സ്നേഹനിധിയായ സമീപനം വ്യക്തമാക്കുന്ന മനോഹരമായ ചാപ്റ്ററാണ് പി ഭാസ്കരൻ്റെ തോട്ടക്കാരി. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.